കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡേറ്റയാണ് ഏപ്രിൽ മാസത്തെ ഇന്ത്യയുടെ GST കളക്ഷൻ ഡേറ്റ. ഏപ്രിൽ മാസത്തെ ഇന്ത്യയുടെ GST കളക്ഷൻ ഇയർ ഓൺ ഇയറിൽ 12.6% വർദ്ധിച്ച് 2.37 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. GST കളക്ഷനിലുണ്ടായിരിക്കുന്ന വർധനവ് എക്കണോമിക് റിക്കവറിയുടെയും ബിസിനസ് ആക്ടിവിറ്റിയിലെ വളർച്ചയെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ 100 രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള 2 സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷറും മാർക്കറ്റിൽ തന്നെ ഇടിവും വന്നപ്പോൾ ഈ 2 സ്റ്റോക്കുകളും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും പോസിറ്റീവ് ക്ലോസിംഗ് നിലനിൽക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദം കുറച്ച് ലഘൂകരിക്കപ്പെട്ട സാഹചര്യത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലോ അടുത്ത ആഴ്ചയിലോ ഈ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിനെക്കുറിച്ചും കാനറ ബാങ്കിനെക്കുറിച്ചുമാണ് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് കഴിഞ്ഞ ദിവസം 1% ഉയർന്ന് 92 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 85ഉം 52 വീക്ക് ഹൈ 138ഉമാണ്. ഹയർ സൈഡിലേക്ക് നീങ്ങാനും മികച്ച അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതുമായ ഒരു സ്റ്റോക്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. രണ്ടാമത്തേത് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിന് പഞ്ചാബ് നാഷണൽ ബാങ്കിനേക്കാളും മൊമെൻറ്റം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 2.5% ഉയർന്ന് 97 രൂപ 83 പൈസയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 52 വീക്കിലോ 78, 52 വീക്ക് ഹൈ 128. കാനറ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വ്യാഴാഴ്ചയാണ് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 3757 കോടിയിൽ നിന്നും 5004 കോടിയായി ഉയർന്നിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 1.4% ഇടിഞ്ഞ് 9580 കോടിയിൽ നിന്നും 9442 കോടിയിലേക്ക് എത്തിയപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 7387 കോടിയിൽ നിന്നും 8284 കോടിയിലേക്ക് എത്തി. മികച്ച ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കാനറ ബാങ്ക് 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു. അതായത് 97 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണ് 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റ് നൽകുന്നത്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ജൂൺ 13 ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാനറ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 3.34% നിന്നും 2.94% ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4.23% നിന്നും 2.94% ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഇംപ്രൂവായി. ഇനി നെറ്റ് NPA നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 0.89 നിന്നും 0.70 ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.27 നിന്നും 0.70 ഇംപ്രൂവ് ആയത്. എന്നാൽ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 91.26 നിന്നും 92.70 ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 89.10 നിന്നും 92.70 ഉയർന്നിട്ടുണ്ട്. ഇനി ബ്രോക്കേജുകളുടെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിലും കാനറ ബാങ്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്. ബാങ്കിൻ്റെ ROA മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തുവെന്നും ക്രെഡിറ്റ് ഗ്രോത്തിൽ 12.6% വളർച്ച ഇയർ ഓൺ ഇയറിലും 2.5% വളർച്ച ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ 11% വളർച്ച ഇയർ ഓൺ ഇയറിലും 6.4% വളർച്ച ക്വാർട്ടർ ടു ക്വാർട്ടറിലും കൈവരിച്ചു എന്നാണ് AMK ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ AMK ഗ്ലോബൽ ബൈ എന്ന റേറ്റിംഗും 120 രൂപയുടെ ടാർഗറ്റും കാനറ ബാങ്കിന് നൽകിയിട്ടുമുണ്ട്. കാനറ ബാങ്കിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ഹാമർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് വീക്ക്ലി ബേസിസിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേണിൽ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും 2 മാസമായി സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മൊമെൻറ്റം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് കാനറ ബാങ്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ്. മീഡിയം ടൈമിലേക്ക് പരിഗണിക്കുന്നവർക്ക് 75 രൂപയുടെ സ്റ്റോപ്പ് ലോസ് സ്റ്റോക്കിൽ വെച്ചുകൊണ്ട് 130, 140 പോലുള്ള ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്കിനെ ചേസ് ചെയ്യാം. അതേസമയം ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർക്ക് 91 രൂപയുടെയോ 92 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 105, 110, 115 പോലുള്ള ടാർഗറ്റുകളും കാനറ ബാങ്കിൽ എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് ബുധനാഴ്ചയാണ് പുറത്തുവിട്ടത്. കാനറ ബാങ്കിനേക്കാളും മികച്ച പെർഫോമൻസാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് കാനറ ബാങ്കിൻ്റെ 33% ഉയർന്നപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റേത് 51% ഉയർന്ന് 3019 കോടിയിൽ നിന്നും 4567 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം
3% വർദ്ധിച്ച് 10,363 കോടിയിൽ നിന്നും 10,757 കോടിയിലേക്ക് എത്തി. ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം 32,361 നിന്നും 36,705 കോടിയിലേക്ക് എത്തുകയും ഇൻട്രസ്റ്റ് ഇൻകം 28,113 കോടിയിൽ നിന്ന് 31,989 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഡിവിഡൻഡിൻ്റെ കാര്യത്തിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് മോശമല്ല. 2 രൂപ 90 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ബ്രോക്കേജ് ഔട്ട്ലുക്ക് മികച്ചതാണ്. മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഹയർ സൈഡിൽ 125 പോലുള്ള ടാർഗറ്റാണ് നൽകുന്നത്. ബാങ്ക് ലോങ് ടൈമിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിനെയും കാനറ ബാങ്കിനെയും നമ്മൾ പരിഗണിച്ചാൽ ഏത് സ്റ്റോക്കിനെ ഏത് ട്രേഡിങ്ങിന് വേണ്ടി എടുക്കാൻ ഏത് സ്റ്റോക്കിന് ഏത് രീതിയിലുള്ള ട്രേഡിംഗ് ആണ് അനുയോജ്യമെന്നുള്ള കാര്യം കൂടി വ്യക്തമാകും. അതായത് കാനറ ബാങ്കിനെ മൊമെൻറ്റം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അല്ലെങ്കിൽ മീഡിയം ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പരിഗണിക്കേണ്ടത്. കാരണം ക്വാർട്ടർലി റിസൾട്ടിലും ഫണ്ടമെൻ്റൽസിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്കിനേക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഗ്ലോബൽ ബിസിനസ്സിൽ 14% വളർച്ച കമ്പനി കൈവരിച്ചു. ഗ്ലോബൽ ഡെപ്പോസിറ്റ് 14.38% ഉയരുകയും അഡ്വാൻസ് 13.56% ഉയരുകയും ചെയ്തപ്പോൾ കാനറ ബാങ്ക് ഒരു മോഡസ്റ്റ് ഗ്രോത്താണ് കാഴ്ചവെച്ചത്. കാനറ ബാങ്കിൻ്റെ ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസ് 11.74%, ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 9.56% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇനി ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി നോക്കിയാലും അവിടെയും കാനറ ബാങ്കിനേക്കാളും മികച്ച പെർഫോമൻസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ROE 19.33%, റിട്ടേൺ ഓൺ അസറ്റിൽ 0.97% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.7% വർദ്ധിച്ച് 42,782 കോടിയായി ഉയർത്തുകയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.93%-നടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കാനറ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 1.44% ഇടിവാണ് വന്നത്. കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.73%-ഓളം ഡ്രോപ്പ് ആവുകയും ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഹൈ പ്രോഫിറ്റബിലിറ്റിയും കാനറ ബാങ്കിൽ മോഡസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലൈനുമാണ് കാണാൻ സാധിച്ചത്. അതേസമയം കാനറ ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12.14%-ഓളം വളർച്ച കൈവരിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 33% വളർച്ച കാനറ ബാങ്ക് കൈവരിച്ചപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് 51% വളർച്ചയാണ് കൈവരിച്ചത്. ഇനി അസറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ രണ്ട് ബാങ്കുകളെയും നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ, NPA റേഷ്യോസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കാനറ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയതാണ് കാണുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിനേക്കാളും ഡീസൻറ്റ് അസറ്റ് ക്വാളിറ്റി കാനറ ബാങ്കിൽ കാണുന്നുണ്ട്. ഗ്രോസ് NPA 2.94%, നെറ്റ് NPA 0.07% രേഖപ്പെടുത്തി. കാനറ ബാങ്കിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 92.7 ആയപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 96.82 ആണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഷോർട്ട് ടൈം മൊമെൻറ്റത്തിൻ്റെയോ ബ്രേക്കൗട്ട് ട്രേഡിങ്ങിൻ്റെയോ സാധ്യതകളൊന്നും കാണുന്നില്ല. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 100 രൂപയിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് 91 എത്തിയിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ബൈയിങ് ആരംഭിച്ചിട്ടുണ്ട്. 90 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. ഈ 90-നടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയാണ് വെള്ളിയാഴ്ച ഫോം ചെയ്ത ക്യാൻഡിലിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇടിയുകയാണെങ്കിൽ 88-85 എന്ന റേഞ്ചും സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. അതുകൊണ്ട് ഡെപ്പോസിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിനെയും ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കുന്നവർക്ക് കാനറ ബാങ്കിനെയും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്